നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപകടം പറ്റിയ ആള് ഹോസ്പിറ്റലില്ല. പക്ഷേ അതിന്റെ കാരണക്കാരിയായ തിരുമേനിയുടെ മകൾ ഇവിടെ തന്നെയുണ്ട്. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാനാണല്ലോ തിരുമേനി ചെറിയച്ഛൻ വിളിപ്പിച്ചത്. ചന്ദ്രശേഖര, എന്താ ഇതൊക്കെ? മൂടി വെക്കുന്നതിൽ കാര്യമില്ലാന്ന് തോന്നിയതുകൊണ്ടാ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. കാര്യം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയാ. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഉർവശി, പ്രിയങ്ക വിളിച്ചോണ്ടോ? ഇന്നലെ രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്റെ ജീവിതം തകർത്തത് അച്ഛന്റെ മോന. എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയത് അച്ഛന്റെ മോന. എന്നെ മാത്രമല്ല, എന്റെ കുടുംബത്തിനെ മുഴുവൻ എല്ലാവരും കൂടി ചതിച്ചതാ. എന്താ മോളെ കേൾക്കുന്നു? ഇവരീ പറയുന്നൊക്കെ സത്യമാണോ? പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അതിശയിക്കാനൊന്നുമില്ല. ഇവിടുത്തെ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ കണ്ടപ്പോ തിരുമേനിയുടെ മകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കിട്ടിയ അവസരം അങ്ങ് മുതലാക്കി. തിരുമേനി, വരുൺ വന്നൊന്ന് ചോദിച്ചിട്ടാവാമെന്ന് കരുതിയ നിങ്ങളെ വിളിക്കാതിരുന്നത്. മോളെ, നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ ഇവരോട് പറഞ്ഞതൊക്കെ സത്യം. ഏതായാലും നിങ്ങളെല്ലാവരും കൂടി ഇദ്ദേഹത്തെ വിളിപ്പിച്ചല്ലോ. ചന്ദ്രശേഖര, വരുണിനോട് വരാൻ പറയൂ. അതിന് അവനെ ഇവിടുന്ന് കണ്ടുപിടിക്കാനാ? പാവം നാട് വിട്ടുപോയോ അതോ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോന്ന് ആർക്കറിയാം? അവൻ ഹോസ്പിറ്റലിൽ ഇല്ലേ? അത് അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. അവൻ ഹോസ്പിറ്റലില്ല. കടൽക്കരയെ വെച്ച് വരുണിനെ കാണാതായി. അവന്റെ മൊബൈലും ചെരുപ്പും ഒക്കെ ബിജുവിന് കടപ്പുറത്തുനിന്ന് കിട്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.